പ്രൈസ് ദി ലോർഡ്. ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം. അല്പനേരം നാം ദൈവത്തിൻ്റെ തിരുവചനം ചിന്തിക്കാൻ പോകുകയാണ്. അതിന് ആധാരമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യമാണ്. ഒന്നുകൂടെ പറയുന്നു, യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങളും ഈ വചനത്തിൻ്റെ ശക്തിയുമെല്ലാം ഇറങ്ങി ആശ്വാസവും വിടുതലും അനുഗ്രഹവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചന നിമിത്തം ഇത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. കർത്താവിൻ്റെ കയ്യിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ അവർ ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ അവിടെയൊക്കെയും ഈ തിരുവചനം അവർക്കൊരു ജയമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത് പറയുവാൻ തക്കവണ്ണം അടിയനെ ബലപ്പെടുത്തുമാറാകട്ടെ. പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. എന്താകുന്നു ഗോതമ്പ് മണി? ആ ഗോതമ്പ് മണിയിൽ കൂടെ എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ക്രിസ്തു തൻ്റെ മർമ്മങ്ങളെക്കുറിച്ച്, തൻ്റെ വരുവാനുള്ള ചില വലിയ വലിയ രഹസ്യങ്ങളെക്കുറിച്ചൊക്കെ കർത്താവ് ചെറിയ ചെറിയ ഉപമയിൽ കൂടെ സംഭാഷിക്കുന്നത് തിരുവചനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എത്രയോ ഉപമകളുണ്ട് കർത്താവ് മനുഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ഉപമകൾ. അതുപോലെ തന്നെ ക്രിസ്തു ഈ ഉപമ എന്തിനു പറഞ്ഞു? ഒരു ഗോതമ്പ് മണിയെക്കുറിച്ച്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. നോക്കാം നമുക്ക്. ഗോതമ്പ് മണി യേശു ക്രിസ്തു നിലത്ത് വീണ് ചാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമുക്ക് വേണ്ടി മരണപ്പെടുക. എന്നാൽ അങ്ങനെ മരണപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ശേഷം വിളവുണ്ടാകുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉയർപ്പിൽ കൂടെ അനേകം പേര് ദൈവത്തിങ്കിലേക്ക് വരുന്നു, പുതിയ ജീവിതം ലഭിക്കുന്നു, അനേകര് കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു. ഒരു വിളവുണ്ടാകുന്ന ഒരനുഭവം. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് നിന്ന് ഒരു പുതിയ മുള മുളച്ചു വന്ന് ആ മുളയിൽ നിന്ന് ഇലകൾ പുറപ്പെട്ട് അതിൽ പൂക്കളുണ്ടായി ഒടുവിൽ പതിരായി മാറി. പതിരിനകത്ത് നിറവ് വന്നപ്പോൾ അത് കതിരായി മാറി. അത് അനേകർക്ക് ഭക്ഷിക്കുവാനും ഭക്ഷണമായി ഉപയോഗിക്കുവാനും ആഹാരമായൊക്കെ തീരുന്നത് പോലെ യേശു ക്രിസ്തു തൻ്റെ മരണത്തിൽ കൂടെ, തൻ്റെ പുനരുദ്ധാനത്തിൽ കൂടെ അനേകം ജാതികളായിരിക്കുന്ന നമ്മെ പോലെയുള്ളവരെ നേടിയെടുക്കുവാൻ വേണ്ടി ക്രിസ്തു അങ്ങനെ ഒരു ഗോതമ്പ് മണിയെക്കുറിച്ച് ഉപമ പറയുകയാണ്. സ്തോത്രം. ഇനി നമുക്കുള്ള ദൂതിലേക്ക് വരാം. ഒരു ഗോതമ്പ് മണി എങ്ങനെ നിലത്ത് വീണ് ചാകുന്നോ അതുപോലെ ഞാൻ നിങ്ങളും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാനും ദൈവത്തിന് വേണ്ടി ത്യജിക്കുവാനും ഒക്കെ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മിൽ നിന്ന് ഒരു വിളവ് ഉണ്ടാകുകയുള്ളൂ, നമ്മിൽ നിന്ന് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുകയുള്ളൂ, നമ്മിൽ നിന്ന് ഒരു ഫലം പുറപ്പെടുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒത്ത പൊരുത്തമായി നിന്നാൽ, നമ്മളൊക്കെ ഇങ്ങനെ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, നട്ടപ്പോഴും 5 പറിച്ചപ്പോഴും 5. ഒരു മാറ്റവുമില്ല ജീവിതത്തിന്. ഇന്ന് ഈ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണോ? എന്ന് പറഞ്ഞാൽ ഒരു ഗോതമ്പ് മണി ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പോലെ കർത്താവിൻ്റെ മുമ്പിൽ പൂർണ്ണ സമർപ്പിതനായി, പൂർണ്ണ സമർപ്പണയായി ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നമ്മിൽ നിന്ന് ഒരു പുതിയ വിളവ് പുറത്തു കൊണ്ടുവരും, ഒരു പുതിയ നന്മ പുറത്തു കൊണ്ടുവരും,
ഒരു പുതിയ ശുശ്രൂഷ പുറത്തു കൊണ്ടുവരും. ക്രിസ്തുവിലേക്ക് വന്ന ഒരു ദൈവ പൈതലിന് ഒത്തിരി നിന്ദകളുണ്ടാകും, അപമാനങ്ങളുണ്ടാകും, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടാകും, നിന്ദിക്കപ്പെടുന്ന അവസ്ഥകളുണ്ടാകും, പരിഹാസമേൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടാകും. അവിടെയൊക്കെയും ഒരു ഗോതമ്പ് മണി പോലെ നാം ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഗോതമ്പ് മണി ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് വന്ന ഒരു രൂപാന്തരം എന്ന് പറയുന്നത്, ഗോതമ്പ് മണി അത് ദൃഢമായി നിൽക്കുന്ന ഒരു വിത്താകുന്നു. അത് ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ പുറം തൊടായിരിക്കുന്ന രൂപഭംഗിയെല്ലാം നഷ്ടപ്പെടും. അത് ചീർക്കുവാൻ തുടങ്ങും. അത് മണ്ണിനകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അതിൽ നിന്ന് പുതിയ നാമ്പുകൾ, പുതിയ മുളകൾ മുളച്ച് പുറത്തേക്ക് വരും. ഒന്ന് ഓർക്കണം, ഈ ഗോതമ്പ് മണി ചാകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് വേണ്ട സൂര്യപ്രകാശം, അതിനാവശ്യമുള്ള വായു, അതിനാവശ്യമുള്ള മണ്ണ്, അതിനാവശ്യമുള്ള എല്ലാ ഘടകങ്ങളും അവിടെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് വേണ്ടി നാം ത്യാഗം അനുഭവിപ്പാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നമ്മെ വളർത്തുന്നത് ദൈവം തന്നെയായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വളരുവാൻ ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ സമർപ്പിക്കുവാനും ഏൽപ്പിക്കുവാനും തയ്യാറാകട്ടെ. അതുകൊണ്ട് യേശുവിലേക്ക് വന്നവർക്ക് കഷ്ടതയുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമിത്രമേ, എത്രയെത്രയോ പ്രതിസന്ധിയിൽ കൂടെ ഞാനും നിങ്ങളും കടന്നു പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ദൈവദാസിയെ, മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, ഈ സമയം പറയട്ടെ, എത്രയോ നാനാവിധമാകുന്ന പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു. ബൈബിൾ പറയുന്നു, യേശുക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടെ വിശ്വസിപ്പാൻ മനസ്സുള്ളവർക്കൊക്കെയും കഷ്ടതയുണ്ട്, പ്രതികൂലമുണ്ട്. ത്യജിക്കേണ്ടതായ ചില മേഖലകളുണ്ടാകും, ഉപേക്ഷിക്കേണ്ടതായ ചില വഴികളുണ്ടാകും, വെറുക്കപ്പെടേണ്ട ചില സാഹചര്യങ്ങളുണ്ടാകും, മാറ്റി നിർത്തേണ്ട ചില അനുഭവങ്ങളുണ്ടാകും. നമുക്ക് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കാം. സ്തോത്രം. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 36 മുതൽ 39 വരെയുള്ള വചനമാണ് വായിക്കുന്നത്. ആമേൻ. സ്തോത്രം. ഇങ്ങനെയാണ്: മനുഷ്യൻ്റെ വീട്ടുകാർ തന്നെ അവൻ്റെ ശത്രുക്കളാകും. അടുത്ത വാക്യമാണ് ഇവിടെ പ്രശസ്തം: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. 38-ാമത്തെ വാക്യം: തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ദൈവത്തിന് സ്തോത്രം. 39-ാമത്തെ വാക്യത്തിൽ: തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, തൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. എന്നാൽ ഇവിടെ ചിന്തിക്കുന്ന ഭാഗം ഇതാകുന്നു: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. ആ വാക്യം ഒന്ന് ചിന്തിക്കണം. ഇവിടെ അപ്പനെ ഉപേക്ഷിക്കണം, അമ്മയെ ഉപേക്ഷിക്കണം എന്നല്ല കർത്താവ് പഠിപ്പിക്കുന്നത്, വചനം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ പറയുന്നു, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക. ഒന്നുകൂടെ പറയട്ടെ, പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും നീ ബഹുമാനിക്കുക. അതുകൊണ്ട് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്നൊരു കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന കൂട്ടത്തോട് പറയുകയാണ്. അവൻ ഇങ്ങനെ പറയുന്നു: എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അടുത്ത വാക്യം: എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. എന്താകുന്നു ക്രൂശ്? കർത്താവിൻ്റെ ക്രൂശല്ല, നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ ക്രൂശ്, നിന്ദയുടെ ക്രൂശ്, രോഗത്തിൻ്റെ ക്രൂശ്, കടഭാരത്തിൻ്റെ ക്രൂശ്, അങ്ങനെ ഒത്തിരി കാറ്റഗറിയിൽപ്പെട്ട അപമാനത്തിൻ്റെ വഴികളൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ കൂടെ കടന്നു പോകുമ്പോഴും ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാകട്ടെ എന്നാണ് ക്രിസ്തു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം പേര് ക്രൂശെടുത്ത് അനുഗമിക്കുന്നുണ്ട്. നമുക്കറിയാം,
അവരെ കുറ്റപ്പെടുത്തുകയല്ല. അനേകം പേര് ക്രിസ്തു ചെയ്തതുപോലെ ക്രൂശെടുത്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ പലപ്പോഴും എനിക്ക് തന്നെ ചിന്ത വരാറുണ്ട്, എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന്. നോക്കുക, തൻ്റെ ക്രൂശ് കഷ്ടതയുടെ, വേദനയുടെ, നിന്ദയുടെ, പരിഹാസത്തിൻ്റെ ആ സാഹചര്യം എടുത്തുകൊണ്ട് അതിൽ കൂടെ തന്നെ യേശുക്രിസ്തുവിനെ അനുഗമിക്കട്ടെ എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവന് എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവന് എനിക്ക് യോഗ്യനല്ല. ഇന്ന് ഈ സമയം പറയട്ടെ, യേശുക്രിസ്തു മുഖാന്തരം ചിലപ്പോൾ വീട് നഷ്ടപ്പെട്ടു പോയവരുണ്ടാകാം ഈ കേൾക്കുന്നവരിൽ. യേശുക്രിസ്തു മുഖാന്തരം പലവിധമാകുന്ന ഛേദങ്ങളും വന്നവരുണ്ടാകാം ഈ സമയം കേൾക്കുന്നവരിൽ. യേശുക്രിസ്തു മുഖാന്തരം അപ്പനെ നഷ്ടപ്പെട്ടവരുണ്ടാകാം. യേശുക്രിസ്തു മുഖാന്തരം മാതാവിനെ നഷ്ടപ്പെട്ടവരുണ്ടാകാം. യേശുക്രിസ്തു മുഖാന്തരം എന്തൊക്കെയോ നഷ്ടപ്പെട്ടവർ ഈ സമയം എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഓർക്കണം, ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും 100 മടങ്ങ് നിനക്കൊരു പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. ഈ വചന ശുശ്രൂഷയുടെ അടുത്തൊരു ഭാഗം ഞാൻ വായിക്കട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം നമുക്ക്. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഒരു മണ്ടനായിട്ടല്ല, ഒരു വിഡ്ഢിയായിട്ടല്ല പൗലോസ് ഇതെഴുതുന്നത്. ക്രിസ്തു നിമിത്തം, വിശ്വാസത്തിൻ്റെ പരിജ്ഞാന നിമിത്തം, ആ വിശ്വാസത്തിൻ്റെ അളവും ആ വിശ്വാസത്തിൻ്റെ വീതിയും ആ വിശ്വാസത്തിൻ്റെ ആഴവും മനസ്സിലാക്കിയ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതുകയാണ് ഇങ്ങനെ. ക്രിസ്തു നിമിത്തം, ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു നിമിത്തം എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഛേദം എന്നെണ്ണുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. തനിക്ക് ലാഭമായിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് തിരുവചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും. സമർപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ, ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥ, ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ശ്രേഷ്ഠതയുള്ളതായി കണ്ടു. ആ പരിജ്ഞാനത്തിലാണ് പൗലോസ് പറയുന്നത്, ഈ ശ്രേഷ്ഠ നിമിത്തം എല്ലാം ഞാൻ ഛേദം എന്ന് എണ്ണിയിരിക്കുകയാണ്, ചപ്പും ചവറൊന്നും എണ്ണിയിരിക്കുകയാണ്. നമുക്ക് പിറകിലേക്ക് നോക്കിയാൽ ഒത്തിരി പറയുവാനുണ്ട്, അല്ലേ? എത്രയോ വലിയ ജോലി വിട്ട് ദൈവത്തിന് വേണ്ടി വന്നവരുണ്ട്. എത്രയോ കുടുംബങ്ങൾ വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുണ്ട്. എത്രയോ തറവാടുകൾ വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുണ്ട്. എത്രയോ വലിയ വലിയ നന്മകൾ വിട്ട് ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുണ്ട്. പ്രിയ ശ്രോതാവേ, പ്രിയമിത്രമേ, ഈ പകൽ പറയട്ടെ, ദൈവത്തിന് എല്ലാം മടക്കി തരുവാൻ പദ്ധതിയുണ്ട്. നിന്റെ തലമുറയിൽ കൂടെ, നിന്റെ ശുശ്രൂഷയിൽ കൂടെ, നിന്റെ ജീവിതത്തിൽ കൂടെ എല്ലാം മടക്കി തരുവാൻ ദൈവത്തിന് ഒരു വലിയ പ്ലാനിംഗ് ഉണ്ടെന്ന് ഈ സമയം ദൈവാത്മാവ് ദൂത് പറയുകയാണ്. ആമേൻ. അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-8 പറഞ്ഞു, എങ്കിലും എനിക്ക് ലാഭമായതൊക്കെയും ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുകയാണ്. 8-ാമത്തെ വാക്യത്തിൽ ഒന്നുകൂടെ ഉറപ്പിച്ചു പറയുന്നു, അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠ നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുകയാണ്. നമുക്ക് നല്ല ജീവിതം ഇല്ലാഞ്ഞിട്ടല്ല, നല്ല ജോലി ലഭിക്കാത്തത് കൊണ്ടല്ല, ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നത് പോലെ എന്തിനു വേണ്ടി? നിന്നിൽ കൂടെയും എന്നിൽ കൂടെയും അനേകം പേര് വിടുവിക്കപ്പെടുവാനുണ്ട്. എന്നിൽ കൂടെയും നിന്നുടെയും അനേകമായിരങ്ങൾ രക്ഷയിലേക്ക് വരുവാനുണ്ട്. അനേകം പേര് സൗഖ്യമാകാനുണ്ട്. അനേകം ഭവനങ്ങൾ വിടുതൽ പ്രാപിക്കുവാനുണ്ട്. അനേക രോഗികൾ സൗഖ്യമാകാനുണ്ട്. ഒരു ഗോതമ്പ് മണി പോലെ നിങ്ങൾ ഞാനും ദൈവസേനയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ
നമ്മിൽ നിന്ന് അഭിഷേകത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷകൾ പുറപ്പെടുവാൻ തുടങ്ങും. കാരണം കർത്താവാണ് നിന്നെ വിളിച്ചത്. ആമേൻ. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു തനിക്ക് മുമ്പിലുള്ള, തൻ്റെ പിൻപിലുള്ള വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച്. ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, അല്ലേ, അങ്ങനെ തുടങ്ങി ന്യായപ്രമാണം സംബന്ധിച്ച് അനന്യൻ, ശുഷ്കാന്തിയുള്ളവൻ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ തനിക്ക് പ്രശംസിപ്പാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയും, ട്രിപ്പിൾ MA ഉള്ളൊരു മനുഷ്യൻ, വിദ്യാഭ്യാസത്തിൻ്റെ വലിയ അനുഗ്രഹമുള്ള മനുഷ്യൻ, ഈ ന്യായപ്രമാണം പഠിപ്പിക്കുന്ന ഒരു റബ്ബി, അതുപോലെ തന്നെ വലിയ താർക്കികനാണ് താൻ. അതുപോലെ തൻ്റെ പിതാവ് ഒരു വലിയ ബിസിനസ്മാനാണ്. $64 കോടി വരുമാനമൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ആ കാലത്തിൽ. ഓർക്കണം, ഇത്രയൊക്കെ സമ്പത്തും ഇത്രയൊക്കെ ധനവും ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇപ്പോൾ താൻ പറയുന്നു ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുകയാണ്. ഒരു വചനം കൂടെ എടുത്തു പറയട്ടെ. പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് പറയുന്നു, അബ്രഹാമി എന്ന് പേര് വിളിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് അബ്രഹാമിനോട് പറയുന്നു. അബ്രഹാമിനോട് പറയുമ്പോൾ അബ്രഹാം അത് കേൾക്കുകയാണ്. നിന്റെ ചാർച്ചക്കാരെ വിടണം, നിന്റെ ദേശത്തെ വിടണം, നിന്റെ പിതൃഭവനത്തെ വിടണമെന്ന് പറയുകയാണ്. അബ്രഹാമിനെ അബ്രഹാമാക്കി മാറ്റുവാൻ ഇത് വിട്ടേ പറ്റുകയുള്ളൂ. ഈ രാത്രിയിൽ, ഈ പകൽ, ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന മാന്യമിത്രമേ, നിന്നിലൊരു പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ നീ ചിലത് വിടേണ്ടത് ആവശ്യമാകുന്നു. നിന്നിലൊരു നന്മ വെളിപ്പെടേണ്ടതിന് വേണ്ടി ചിലത് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാകുന്നു. അബ്രഹാം തൻ്റെ പിതൃഭവനം ഉപേക്ഷിച്ചു. അബ്രഹാം തൻ്റെ ചാർച്ചക്കാരെ ഉപേക്ഷിച്ചു. അബ്രഹാം തൻ്റെ ദേശം ഉപേക്ഷിച്ചു. ഈ സമയം പറയുകയാണ്, നിന്നിൽ ഒരു പ്രവൃത്തി വെളിപ്പെടുവാൻ ചിലത് നീ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാക്കുന്നു. നിന്നിൽ ഒരു പ്രവർത്തനം, നിന്നിലൊരു അത്ഭുതം സംഭവിക്കേണ്ടതിന് ചിലത് നീ ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരു ഭാഗം നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കുന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ബലഹീനത, അതുപോലെ തന്നെ കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം എന്നിവ സഹിപ്പാൻ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ സമയം ഓർക്കുക, ഇഷ്ടപ്പെടുന്ന ചില മേഖലകൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? കഷ്ടത പറഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ബുദ്ധിമുട്ട് പറഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഞെരുക്കം പറഞ്ഞാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇല്ല. എല്ലാവർക്കും ഇന്ന് അനുഗ്രഹം മതി. എല്ലാവർക്കും ഇന്ന് പ്രോസ്പെരിറ്റി മതി. ഓർക്കുക, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ഞെരുക്കം, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ബലഹീനത, ഉപദ്രവം എല്ലാം ഞാൻ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുള്ള ഒത്തിരി പേര് ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നവരുണ്ട്. തന്നെത്താൻ ത്യജിക്കുന്ന ഒരു മനോഭാവം, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മനോഭാവം. എന്തെല്ലാം വന്നാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വേർതിരിക്കാൻ ആർക്കും കഴിയില്ല. എന്നെ നിങ്ങളെയും വേർപിരിക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ക്രിസ്തുവിന് വേണ്ടി ഉറച്ചു നിൽക്കട്ടെ. ആമേൻ. ഉയരത്തിൽ ഒരു പ്രതിഫലമുണ്ട്. ഉയരത്തിൽ നമുക്കായി ഒരുക്കിയ ഭവനങ്ങളുണ്ട്. ഉയരത്തിൽ നമുക്കായി ഒരുക്കിയ സ്വർഗീയ ഭവനങ്ങളുണ്ട്. പ്രൈസ് ലോർഡ്. ആമേൻ. അതുകൊണ്ട് ഒരു ഗോതമ്പ് മണിയെപ്പോലെ
ചാകുന്ന ഒരവസ്ഥ, നിന്ദിക്കപ്പെടുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. പുറത്താരോടും പറയാൻ കഴിയാത്ത വേദനയുടെ ചില സാഹചര്യങ്ങൾ. നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ മുഴങ്കാലുകൾ മടക്കി സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുന്ന എത്രയോ ആയിരങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. ആമേൻ. പത്രോസിനോട് കർത്താവ് ഇങ്ങനെ ചോദിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷം ഒരു പ്രഭാത സമയം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ചെല്ലുന്നൊരു സമയം. യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം താഴേക്ക് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും. അവർ ബ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ സ്നേഹം എന്താണ്? ഒരു ത്യാഗമാകുന്ന സ്നേഹം. ത്യാഗത്തിലൂടെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന സ്നേഹം. അഗാപ്പെ. ത്യാഗത്തിൽ കൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന സ്നേഹം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ത്യാഗത്തിൽ കൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന യഥാർത്ഥ സ്നേഹമാണ് അഗാപ്പെ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെയും പത്രോസ് ആ ഒരു സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല. 3 വട്ടം തന്നെ തള്ളിപ്പറഞ്ഞു പത്രോസ്. അപ്പോഴും ഈ ഒരു അഗാപ്പെ എന്ന ഒരു സ്നേഹത്തിലേക്ക്, ത്യാഗത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചോദിക്കുകയാണ്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, ഇവരിൽ അധികമായി. ഇവരിൽ, അവിടെ ഒത്തിരി ആളുകളുണ്ട്. അവരിൽ അധികമായി, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നത്. ഹല്ലേലൂയ. 2-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, 2-ാമത്തെ വചനം ഇങ്ങനെയാണ്. പത്രോസ് പറയുന്നു, അതിന് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. നോക്കുക, സ്നേഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. പ്രിയവും സ്നേഹവും രണ്ടാണ്. ത്യാഗത്തിൽ നിന്നുള്ള ഒരു സ്നേഹം. കർത്താവ് ചോദിക്കുമ്പോൾ പത്രോസ് പറയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോഴും ആ തികഞ്ഞ സ്നേഹത്തിലേക്ക് വന്നിട്ടില്ല. കർത്താവ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവനോട് പറഞ്ഞു. 2-മതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ ശീമോൻ പറയുകയാണ്, അതിന് അവൻ, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴും ആ ഒരു ത്യാഗമാകുന്ന സ്നേഹം തന്നിൽ നിന്ന് പുറപ്പെടുന്നില്ല. ഹല്ലേലൂയ. ത്യാഗമാകുന്ന സ്നേഹം, ത്യാഗമാകുന്ന സ്നേഹം. അതിന് പത്രോസ് പറയുന്നു, കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ ആടുകളെ പാലിക്ക എന്ന് അവനോട് പറഞ്ഞു. 3-മതും അവനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. എന്നോട് പ്രിയമുണ്ടോ എന്ന് 3-മതും ചോദിക്കയാൽ പത്രോസ് ദുഃഖിച്ചു. കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു. യഥാർത്ഥ അഗാപ്പെ എന്ന് പറയുന്ന ത്യാഗമുള്ള സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ എന്നിലും നിങ്ങളിലും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുകയുള്ളൂ. പണ്ടുള്ളവർ പറയുമല്ലോ, വെള്ളത്തിൽ പൂട്ടും കൂട്ടത്തിൽ പാട്ടും. അതൊരിക്കലും സാധ്യമല്ല. എത്ര കാലം ഇങ്ങനെ പോകും നീ? ഇല്ല. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ മടങ്ങി വരിക ദൈവത്തിൻ്റെ വചനത്തിലേക്ക്. അഗാപ്പെ എന്ന ആഴത്തിലുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ തിരിച്ചറിയട്ടെ, ക്രിസ്തുവിനെ സ്നേഹിക്കട്ടെ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥ ദൈവസ്നേഹത്തിലേക്ക് നമ്മൾ മടങ്ങി വരട്ടെ. സ്തോത്രം. നമുക്ക് വായിക്കാം. സ്തോത്രം. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം വായിക്കാം. സ്തോത്രം. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹമില്ല. 16-ാമത്തെ വാക്യം.
ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിനുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. അതാണ് യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായത്തിൽ കണ്ടു. പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നു, ഇവരിൽ അധികമായി സ്നേഹിക്കുന്നുവോ, പ്രിയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ആമേൻ. യഥാർത്ഥമായ ആ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് ഞാനും നിങ്ങളും മടങ്ങി വരിക. പ്രൈസ് ദി ലോർഡ്. അതാണ് ലോകം വെറുത്ത്, ലോകചിന്തകൾ വെറുത്ത് ആമേൻ ക്രിസ്തുവിലേക്ക് ലയിച്ചു ചേരട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കുക 15-ാമത്തെ വാക്യം, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല. ദൈവത്തിൻ്റെ സ്നേഹം നമ്മോടില്ലെങ്കിൽ നമ്മൾ വെറും വേസ്റ്റാണ്. പേരിന് ഒരു വിശ്വാസി, പേരിന് ഒരു ചർച്ച്, പേരിന് ഒരു ആത്മീയം, പേരിന് ഒരു ചർച്ചിൽ പോകുന്നു, നമ്മുടെ മനസ്സെവിടെയോ പോകുന്നു. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ വായിക്കുന്നത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് ദൂരത്താക്കുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. യഥാർത്ഥമായ ത്യാഗ മനോഭാവത്തിൽ കൂടെ വരുന്ന സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ക്രിസ്തുവിനോടുള്ള ത്യാഗമാകുന്ന സ്നേഹത്തിലേക്ക് മടങ്ങി വരാം. എന്തെല്ലാം വന്നാലും ദൈവത്തെ മറന്നു കളയാതെ, എന്തെല്ലാം വിഷയങ്ങൾ വന്നാലും ദൈവത്തെ ഉപേക്ഷിക്കാതെ, അനുഗ്രഹിച്ചില്ലെങ്കിലും അനുഗ്രഹിച്ചാലും ക്രിസ്തുവിനെ വിട്ടു പോകരുത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. നേരത്തെ വായിച്ചു യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും. അത് ചാകുന്നുവെങ്കിൽ വളരെ വിളവുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. കേട്ട വചനത്തിനു മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ തിരുവചനത്തെ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേട്ട ദൈവജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം, മാനിക്കണം, ഉയർത്തണം. പിന്നെയും ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ. യഥാർത്ഥ അഗപ്പയിലേക്ക്, യഥാർത്ഥ ത്യാഗത്തിൻ്റെ സ്നേഹത്തിലേക്ക് അവർ മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. രോഗത്താൽ ഭാരപ്പെടുന്നവരെ സൗഖ്യമാകട്ടെ. മാനസികമായി പ്രയാസപ്പെടുന്നവരെ കർത്താവ് ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സകല മഹത്വം കർത്താവ് എടുക്കും. പ്രാർത്ഥന കേൾക്കും യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.